ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് കൂടുതൽ നമ്മളെ നല്ല പ്രൊഡക്റ്റീവായിട്ട് വയ്ക്കാൻ വേണ്ടിയുള്ള 5 ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ടിപ്പാണ് ഡോണ്ട് യൂസ് മൊബൈൽ വൈൽ വേക്കിംഗ് അപ്പ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ പാടെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് മൊബൈൽ എടുക്കുക എന്ന് വെച്ചാൽ. നമ്മൾ അപ്പോൾ ഒരു ദിവസത്തെ നമ്മൾ തുടക്കം തന്നെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് മാറുക. അപ്പോൾ നമ്മുടെ ആ ഒരു ദിവസത്തെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ അത് ബാധിക്കാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ആദ്യം തന്നെ മൊബൈൽ എടുത്താണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പലവിധ ചിന്തയായിരിക്കും. നമുക്ക് അത് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ദിവസത്തെ തന്നെ അത് റൂയിൻ ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സെക്കൻഡ് ടിപ്പാണ് ഫിനിഷ് സ്മോൾ ടാസ്ക് ഇമ്മീഡിയറ്റ്ലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ അത് ചിലപ്പോൾ നമ്മുടെ പേരൻറ്റ്സ് പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ചെറിയ കാര്യമല്ലേ, നമുക്കത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വയ്ക്കും. പലപ്പോഴും നമ്മൾ ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന 75% നമ്മളത് ചെയ്യാൻ വേണ്ടി മറന്നു പോകും. അപ്പോൾ ഈ മറന്നു പോകുന്ന കാര്യങ്ങൾ അവസാനം ഈ സ്മോൾ ടാസ്ക് ബിഗ് ടാസ്ക്കായിട്ട് മാറിയിട്ട് അത് നമുക്ക് കൂടുതൽ പ്രശ്നമാക്കും. അപ്പോൾ ഈ സ്മോൾ ടാസ്കിനെ സ്മോൾ ടാസ്ക്കാക്കി വെച്ച് തന്നെ സിമ്പിളായിട്ട് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഒരു ടേബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ടേബിൾ ക്ലീൻ ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും അത് കുറേ കാലം അങ്ങനെ തന്നെ വെച്ചാൽ നമുക്ക് കുറേ സാധനങ്ങൾ നമ്മൾ അതേപോലെ തന്നെ വയ്ക്കും. എന്തായാലും ക്ലീൻ അല്ലല്ലോ, നമുക്ക് ഒരുമിച്ചെല്ലാം കൂടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കും. എന്നിട്ട് കുറേ സാധനങ്ങൾ അതേപോലെ തന്നെ വെച്ചതിന് ശേഷം പിന്നെ അത് വലിയ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഈ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഭേദം അത് സ്മോൾ ടാസ്ക്കാക്കി വെച്ച് തന്നെ ചെയ്യുന്നതല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ആ സ്മോൾ ടാസ്കിന് വേഗം തന്നെ നമ്മൾ ചെയ്തു തീർക്കാം. പിന്നെ അടുത്ത ടിപ്പാണ് സ്ലീപ്പ് ഓൺ ടൈം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബ്രെയിനിന് ഏറ്റവും കൂടുതൽ റെസ്റ്റ് കിട്ടുന്നൊരു ടൈമാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ ടൈം, മീൻസ് നമ്മൾ സ്ലീപ്പ് ചെയ്യുന്ന ടൈം. അപ്പോൾ ഈ സ്ലീപ്പ് ചെയ്യുന്ന ടൈം എന്ന് വെച്ചാൽ 8 hours അറ്റ്ലീസ്റ്റ് ഉറങ്ങണം. ഏറ്റവും ബെസ്റ്റ് 9 hours ആണ്, പക്ഷേ എന്നാലും അറ്റ്ലീസ്റ്റ് 8 hours ഉറങ്ങണം. ഉറങ്ങുന്ന സമയത്ത് നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കണം. അല്ലാതെ ഇതേപോലെ ലേറ്റായിട്ട് കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ നേരത്തെ കിടന്നിട്ട് ലേറ്റായിട്ട് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ലേറ്റായിട്ട് കിടന്നിട്ട് ലേറ്റായിട്ട് എഴുന്നേൽക്കുക, അതെല്ലാം വളരെ നമ്മുടെ ബോഡീനെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ലേറ്റായിട്ട് കിടന്നിട്ട് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് ബാക്കി കിടക്കുന്ന രീതികളെക്കാളും ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയെ ഹാം ചെയ്യുന്നത് പല റിസർച്ചിലും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല ശ്രദ്ധയുണ്ടാവണം. അടുത്ത ടിപ്പാണ് കീപ് തിങ്സ് മിനിമൽ. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും പക്ഷേ എന്നാലും എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ഭയങ്കര ആർഭാടമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഒരു സാധനം തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് ബോറടിക്കില്ലേ. അതും ഒരു ആർഭാടമായിട്ട് നമുക്കത് കാണുമ്പോൾ എപ്പോഴും കാണാൻ വേണ്ടി ഒരു രസമായിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആർഭാടമായിട്ട് എന്തെങ്കിലും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കാലം കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ബോറടിക്കും. പിന്നെ നമുക്കത് മാറ്റിക്കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു പരവേശം പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പരവേശം മാറ്റാനായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും മിനിമലായിട്ട് വയ്ക്കുക. അതപ്പോൾ നമുക്കിനിയിപ്പോൾ ബോറടിക്കുകയാണെങ്കിൽ തന്നെ അത് നമുക്ക് മാറ്റാൻ വേണ്ടി കുറച്ച് സിമ്പിളായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര ആർഭാടമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് മാറ്റാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ഈ ആർഭാടമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൂടുതൽ എക്സ്പെൻസ് ഉണ്ട്, നല്ല കോസ്റ്റ്ലിയാണ്. മിനിമലായിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് നല്ല എഫിഷ്യൻ്റാണ്, അതേപോലെ തന്നെ നല്ല ചീപ്പുമാണ്. അപ്പോൾ ഇങ്ങനത്തെ പല വിധത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് മിനിമലായിട്ട് കാര്യങ്ങൾ വയ്ക്കുന്നതിൽ. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഡു വൺ തിങ് ഇൻ എ ടൈം.
നമുക്ക് കുറേ കാര്യങ്ങൾ ഒരേ സമയത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് നമ്മുടെ ടൈം കൂടുതൽ നമുക്ക് ടൈം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം. പക്ഷേ എന്നാലും നമ്മൾ ഈ ചെയ്യുന്നത് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി 2 കാര്യങ്ങളോ അല്ലെങ്കിൽ 2-ലധികം കാര്യങ്ങളോ നമുക്ക് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ടൈം വേസ്റ്റ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റിപ്പോവാം, അല്ലെങ്കിൽ 2 കാര്യം ചെയ്യുന്നത് ഒരുമിച്ച് അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാം. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ വീണ്ടും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടൈം കൂടുതൽ വേസ്റ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ടൈം വളരെ പ്രഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ടിപ്പിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.